ഗുഡ് ഈവനിങ് കൂട്ടുകാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് 2-3 ദിവസം കൊണ്ട് ഉത്സവമൊക്കെ ആയതുകൊണ്ട് നല്ലതുപോലെ ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് അവിടുത്തെ ഉത്സവപ്പറമ്പിലെ സൗണ്ടും എല്ലാം കൂടെ കൊണ്ട് ഒട്ടും തന്നെ എനിക്ക് നേരെ ചെറിയ പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റിയും അതുപോലെ പറയുന്നത് വ്യക്തതയും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് തൊട്ട് വീണ്ടും ഒന്നേന്ന് വീണ്ടും വീഡിയോ നല്ല രീതിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് വീണ്ടും എടുക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പിന്നെ ഇന്ന് വീഡിയോ എടുത്ത് പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ആൾക്കാർക്ക് കണ്ണുകൾ മുഖത്ത് ഉന്തി നിൽക്കുന്ന കണ്ണുകളുള്ള ചില ആൾക്കാരുണ്ട്. തുറിച്ച കണ്ണ്, നമ്മൾ ചിലപ്പോൾ ഈ തുറിച്ച കണ്ണുള്ളവർ അവയവത്തെക്കാളും മുഖത്തുള്ള അവയവത്തെക്കാളും ഉന്തി നിൽക്കുന്ന കണ്ണുകളുള്ളവർ, അവർക്ക് ഇത് കുറയ്ക്കുന്നതിനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു ടിപ്സ് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന കണ്ണുകളുള്ള ആൾക്കാർ ഇതിൽ ഐ ഷാഡോ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മിതമായിട്ടുള്ള ഐ ഷാഡോ തിരഞ്ഞെടുക്കുക. അതുപോലെ നേർത്ത രീതിയിലുള്ള നിറങ്ങളിലുള്ള ഐ ഷാഡോ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉന്തിയ കണ്ണ് അകത്തേക്ക് പോയതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ഈ ചുവട്ടിലെ കൺപീലികളിൽ ഒരു കോണിൽ നിന്ന് മറു കോണിലേക്ക് ഐലൈനർ ഉപയോഗിച്ച് വരച്ചിട്ട് ഇത്തരം എന്ന് വെച്ചാൽ ഒരു കോണിൽ നിന്ന്, അതായത് ഇങ്ങറ്റത്തെ കോണിൽ നിന്ന് അങ്ങനെ വേണം വരയ്ക്കാൻ വേണ്ടി. വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം കണ്ണുകൾക്ക്, തുറിച്ചുന്തിയ കണ്ണുകൾക്ക് ഐ ഷാഡോ ഒട്ടും യോജിക്കുന്നതല്ല. അപ്പോൾ കട്ടിയുള്ളതും അതുപോലെ തന്നെ വളരെ കളർഫുള്ളായിട്ടുള്ളതുമായിട്ടുള്ള ഐ ഷാഡോ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് വളരെയധികം കണ്ണ് വീണ്ടും തള്ളി നിൽക്കുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ കൺപീലിയുടെ ചുവട്ടിൽ നിന്ന് വേണം, അതായത് ഇങ്ങനെ അറ്റത്ത് നിന്ന് വേണം എന്ത് ചെയ്യാൻ, എഴുതാനായിട്ട്. അപ്പോൾ കണ്ണുകളിൽ നമ്മൾ കോസ്മെറ്റിക് ഉപയോഗിക്കുമ്പോഴും ഈ മേക്കപ്പ് ചെയ്യുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ വൃത്തി ശുചിത്വവും പാലിച്ചില്ലെങ്കിൽ കണ്ണുകൾക്ക് എന്ത് പറ്റും, കണ്ണിൽ പൊടിയോ കരടൊക്കെ പോയി നമ്മുടെ കണ്ണിന് ദോഷഫലങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഇനി കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കണ്ണിൽ ചെറിയ ഉള്ളിയുടെ നീരിറ്റിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല രീതിക്ക് ഇറ്റിച്ചില്ലെങ്കിൽ നമ്മളൊരു ഉള്ളി എടുത്ത് അരിഞ്ഞാൽ മതി. എല്ലാവരും കണ്ണ് നീറുന്നെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകും. പക്ഷേ നമ്മൾ വല്ലപ്പോഴെങ്കിലും ചെറിയ ഉള്ളി തൊലിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശകലം നീര് കണ്ണിൽ തെറിപ്പിക്കുകയോ എന്ന് വെച്ചാൽ വീഴ്ത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആ കണ്ണുകൾക്ക് കാഴ്ചശക്തി കുറച്ചുകൂടെ കൂടും. അതുപോലെ കണ്ണിനൊരു എരിച്ചിലുണ്ടാകുന്നത് കണ്ണിന് നല്ലൊരു കുളിർമ നൽകും. അത് വളരെ നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ ഒരു ടിപ്സ് പറഞ്ഞുതരാം. വസ്ത്രങ്ങൾ കഴുകുമ്പോൾ നമ്മൾ ആ വസ്ത്രങ്ങൾ കഴുകുന്ന വെള്ളത്തിൽ വിയർപ്പ് നാറ്റം മാറാൻ വേണ്ടി നമുക്കിപ്പം സർഫ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ ഡിറ്റർജൻറ്റ് ഏതെങ്കിലുമൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തുള്ളി, അതായത് ഒരു തുള്ളിയല്ല, ഒരു പിടി ഉപ്പ് വേണ്ട, വളരെ കുറച്ച് ഉപ്പ്, കല്ലുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തുണി കഴുകുകയാണെങ്കിൽ അതിലെ വിയർപ്പ് നാറ്റം പോവും. അതുപോലെ നിറം മങ്ങാതിരിക്കാൻ വേണ്ടി അല്പം എന്ത് ചെയ്യണം, കുറച്ചുകൂടി എന്താണ് ചെയ്യേണ്ടത്, കുറച്ചുകൂടി എന്തിടണം, ഉപ്പ് ചേർത്ത് തുണികൾ കഴുകുകയാണെങ്കിൽ നിറവും മങ്ങത്തില്ല, വളരെ നല്ലതാണ്. അപ്പം വിയർപ്പ് നാറ്റം പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തുണികളിലെ വിയർപ്പ് നാറ്റമാണ് നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് നാറ്റം പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പിട്ട് വേണമെങ്കിൽ നമുക്ക് കുളിക്കാം. അതുപോലെ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ യൂഡിക്കൊളോൺ എന്ന് പറയുന്ന ഒരു മിശ്രിതം, ഒരു ലായനിയുണ്ട്, അതൊഴിച്ച് കുളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രക്തക്കറയുള്ള, നമ്മളിപ്പോൾ രക്തം പുരണ്ട തുണി, നമ്മുടെ ചിലപ്പോൾ നമുക്ക് മുറിവ് എന്തെങ്കിലുമൊക്കെ പറ്റി നമ്മൾ രക്തക്കറയുള്ള തുണികളിൽ ഉപ്പ് ഉപയോഗിച്ച് മുക്കി വെച്ചതിന് ശേഷം അതിനെ ആ വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം പിന്നീട് എന്ത് ചെയ്യണം, സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കുക.
അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ.